ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചൂടമീൻ അച്ചാർ കാണാം. ചൂടമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നത്തോലിയാണെന്ന് തോന്നുന്നുണ്ട്. അതാണ് മീൻ. അപ്പോൾ മീൻ കുറച്ചധികം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കാനുള്ള നല്ലെണ്ണയൊക്കെ അച്ഛൻ വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുക. അപ്പോൾ മീനൊക്കെ അമ്മയും വല്ല മീൻ കൂടിയിട്ട് അപ്പുറം ഇപ്പുറം കൊണ്ടിട്ട് തകൃതിയായിട്ട് നന്നാക്കി കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടുപേരും കൂടിയിട്ട് അപ്പുറം ഇപ്പുറം അപ്പോൾ വേഗമൊക്കെ ആയി. അപ്പോൾ അതിന് ശേഷം നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് സാധാരണ നമ്മൾ ചേർക്കാറുള്ളത് തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൈയായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കുറേ ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ അച്ചാർ ഉണ്ടാക്കി വെക്കാൻ നല്ലതാണ്. ഇത് ഉണക്കലൊന്നും ഉണ്ടാക്കാം, ചെറുതല്ലേ. അപ്പോൾ അച്ചാറാകുമ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും. അങ്ങനെ അത് നല്ലെണ്ണയിലാണ് അത് വറുത്തെടുക്കുന്നത് കേട്ടോ. നേരത്തെ കണ്ടില്ല, നല്ലെണ്ണയിൽ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വല്യമ്മ വെളുത്തുള്ളിയൊക്കെ നന്നാക്കേണ്ട അച്ചാർക്ക് വേണ്ടത്. അപ്പം അമ്മ അങ്ങനെ കോരി ഇങ്ങനെ എണ്ണയൊക്കെ വറ്റാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ട് വെക്കുന്നുണ്ട്. വേറെ കൈ കൊണ്ട് എടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വലുതായിട്ട് ഉള്ളത് ഇഷ്ടമല്ല. അപ്പോൾ ഒന്ന് പകുതി നടു മുറിച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ. കൈയായിട്ട് തന്നെ അമ്മ ചെറുതായിട്ട് ഒരു കഷ്ണമൊക്കെ 2 കഷ്ണം മുറിച്ചിട്ടൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അത് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ അതിലേക്ക് നമ്മൾ കുടംപുളി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് അമ്മ കുടംപുളി ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ചട്ടിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് കായം വേണം. കായപ്പൊടി ഇഷ്ടമല്ല കേട്ടോ. അവിടെ ഞങ്ങൾ കായമാണ് യൂസ് ചെയ്യാറ്. കായത്തിന് ഒന്നുകൂടി കായപ്പൊടിനെക്കാട്ടി ഒന്നും നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് കായമാണ് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിന് പൊടിക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് ഉലുവ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ടെങ്കിലാണ് അതും ഇതേപോലെ ഊറ്റിയെടുത്തിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കുടംപുളിയും ഇഞ്ചിയും കൂടിയിട്ടുള്ളത് ഇടുകയാണ്. പിന്നെ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നതിൻ്റെ ശേഷമാണ് നമുക്കിനി അതിലേക്ക് മസാലകളൊക്കെ ചേർക്കാനുള്ളത്. മസാലകൾ പറയുമ്പോൾ നമ്മുടെ പൊടികളൊക്കെ ചേർക്കാനുള്ളത്. ഇതൊന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, നമ്മൾ മീനിൽ അത്യാവശ്യത്തിന് എരിവ് ഇട്ടിട്ടുണ്ട്. ഇനി അച്ചാർക്ക് നമുക്ക് വേണ്ടത്ര എരിവ് ഇട്ടാൽ മതി. അപ്പോൾ അതിനുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മുളക് പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ടൊന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ തന്നെയാണ് പിന്നെ നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ വിനിഗർ ആണ്, സുർക്ക. അപ്പോൾ സുർക്ക അത്യാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര വെള്ളം വേണോ കറിക്ക് അതിനനുസരിച്ചിട്ട് സുർക്കയാണ് ഒഴിക്കേണ്ടത്. വെള്ളമൊന്നും നമ്മളിതിൽ ഒഴിക്കേണ്ടത് സുർക്കയാണ്. ആ കറിയുടെ എത്ര ലൂസായിട്ടാണോ നിങ്ങൾക്ക് അച്ചാർ വേണ്ടത് വെച്ചാൽ അത്രയ്ക്ക് സുർക്ക ഒഴിച്ച് വെക്കുക. അതിന് ശേഷമാണ് അമ്മ ഉപ്പിട്ടിട്ടുള്ളത്. അച്ചാറിലേക്ക് വേണ്ട ഉപ്പാണ് ഇതിട്ടിടുന്നത്. മീനിൽ നമ്മൾ അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് അച്ചാറിലേക്ക് വേണ്ട ഉപ്പാണ്. ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മീൻ വറുത്ത് നല്ലെണ്ണയിൽ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ പൊടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കായും കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് അതിൽ മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. ഇപ്പോൾ നമുക്കിതിൽ ഇനിയിപ്പോൾ സുർക്ക കുറവ് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് അതും കൂടെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് വേവിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിലൊരു ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട്, നല്ല ചൂടാക്കുക പറഞ്ഞിട്ട് നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ആവി ഇങ്ങനെ പുറത്തേക്ക് പോകണം. അങ്ങനെ ചൂടാവും, നന്നായിട്ട് പുക വരുന്ന തരത്തിൽ അത് ചൂടാവും. അപ്പോൾ അങ്ങനെ ചൂടായിട്ടുണ്ടെങ്കിൽ അത് ഈ അച്ചാറിലേക്ക് ഒഴിച്ചിക്കുക. എന്നിട്ട് ഒന്നുകൂടി അച്ചാർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മീനച്ചാർ ഇവിടെ. ഇത് ചൂട അച്ചാറാണ്. മീനിൻ്റെ അച്ചാർ, ഞങ്ങളിവിടെ ചൂടാന്ന് പറയും. മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കണമെങ്കിൽ നമുക്കിനിപ്പോൾ വേറെ മീൻ കറിയോ വേറെ കറിയൊന്നും വേണ്ട. ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.